നമ്മുടെ ഇന്നത്തെ തിരുവാതിര ക്ലാസ് തുടങ്ങാൻ പോവാണ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് എടുക്കുന്നത്, കണ്ടു നോക്കും. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. പുതിയ സ്റ്റെപ്പാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കുന്നത്. പാട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇട്ടത്. എപ്പോഴും പഠിക്കുന്നതാണ്, എന്നാലും നമ്മൾ സാധാരണ കുറച്ച് പഠിച്ച് ഒരുവിധമായിട്ടാണ് നമ്മൾ സാധാരണ ഷൂട്ട് ചെയ്യാറുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെയല്ല, നമ്മൾ ആദ്യത്തെ ഇട്ടു. ഇനി നമുക്ക് പുതിയ സ്റ്റെപ്പ് പഠിക്കാം. ഇന്ന് എടുക്കുന്ന സ്റ്റെപ്പ് പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണ്, എന്നാൽ നിങ്ങൾക്ക് ചെറിയ സംശയം വരും ചിലപ്പം. വലതുകാല് 1 2 2 പ്രാവശ്യം വലതുകാല് ചവിട്ടി 1 2 3 ഇടതുകാല് പുറകോട്ട് വെച്ച് 4 നേരെ വെച്ചു. എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? ഒന്നും കൂടെ പഠിക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ്. ചെറിയൊരു കൺഫ്യൂഷനൊക്കെ വരാം, അത്രയേ ഉള്ളൂ. സ്റ്റെപ്പിനല്ല, നിങ്ങൾ ആ പോകുന്ന ഒരു രീതി, അതിന് മാത്രം ചിലപ്പോൾ വരും. നോക്കാം നമുക്ക്. വലതുകാല് ചോട്ടി 1 2 ഇടതുകാല് പുറകോട്ട് വെച്ചു 3 4 കണ്ടോ? അപ്പം 1 2 3 4. പിന്നെ നമ്മൾ ഇടതുകാല് ചവിട്ടും 1 2 3 4. അത് ഫ്രണ്ടിലോട്ടും ആദ്യം ബാക്കിലോട്ട് പോകും, ഫ്രണ്ടിലോട്ട് പോകും. അതായത് രണ്ടുപേരും ഇത് നിൽക്കുകയാണെങ്കിൽ കാണിച്ചു തരാം. ഒന്ന് നിൽക്കും, ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. ആദ്യം വലതുകാല് ചവിട്ടും 1 2 ഒന്ന് പുറകോട്ട് വയ്ക്കും 3 4. മനസ്സിലായില്ലേ? ഒന്ന് കൊടുക്കും. എല്ലാവർക്കും സ്റ്റെപ്പ് മനസ്സിലായല്ലോ അല്ലേ? എന്നാലും അപ്പം രണ്ടുപേരാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പിടി കിട്ടില്ല. 4 പേരുണ്ടെങ്കിൽ പിടി കിട്ടുള്ളൂ. അപ്പം 4 പേര് വരും, 2 പേരും കൂടെ വരും. ആരെങ്കിലും 2 പേരും ഒന്ന് നോക്കും. ഒരാളും കൂടെ വരും, ഒരാളും കൂടെ വരും. 4 പേര് മതി, 4 പേര് മതി. പഠിച്ചിട്ട് നമുക്ക് പറ്റും. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ആദ്യം നിങ്ങൾ ഫേസ് ടു ഫേസ് നിൽക്കണം, ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കണം. അങ്ങനെ നിന്നാൻ പറ്റില്ല, അങ്ങനെ നിന്നാൻ പറ്റില്ല. സൈഡ് കാണണ്ടേ? എല്ലാവരും ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ നിൽക്കണം. അല്ല, ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ കൂടെ നിൽക്കും. അങ്ങനെ നിൽക്കണം. ഓക്കെ. 2 3 4. ഇങ്ങോട്ട് അവിടെ വരുമ്പോൾ ഇങ്ങോട്ട് തിരിയണം, ഇവിടെ വരുമ്പോൾ ഇങ്ങോട്ട് തിരിയണം. പിന്നെ ചെന്നോളൂ. 1 2 3 4. 1 2 3 4. 1 2 3 4. ശരി, നിങ്ങളും കൂടെ വരും, നിങ്ങളും കൂടെ വരും. ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ വിളക്ക് വെച്ച് നിങ്ങൾക്ക് പഠിക്കാനാണ് വിളക്ക് വെച്ചിരിക്കുന്നത്. കാരണം ഈ സ്റ്റെപ്പ് തുടങ്ങുമ്പോൾ പുറകോട്ട് പോകുന്നതിന് പുറകോട്ട് തന്നെ പോയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ വരും, ഫേസ് ടു ഫേസ് വരും. ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അതിനകത്ത് നമ്മൾ ഇങ്ങനെ പുറകോട്ട് പോയിട്ട് ഇങ്ങനെ നിൽക്കാൻ പാടില്ല, ഇങ്ങനെ തന്നെ നിൽക്കാൻ പാടുള്ളൂ. മുന്നിലോട്ട് പോയാലും നമ്മൾ ഇങ്ങനെ നിൽക്കരുത്, നിങ്ങളെ പേരിൻ്റെ കൂടെ നിൽക്കണം. അതിനാണ് ഞാൻ വിളക്ക് നോക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒന്ന് ചെയ്ത് നോക്കാം, വളരെ സാവകാശം ചെയ്താൽ മതി. ആദ്യം എല്ലാവരും വലതുകാല് 1 ചവിട്ടി 2 2 1 2 വലതുകാല് ചവിട്ടി 3 ഇടതുകാല് പുറകോട്ട് വെച്ചു 4 വീണ്ടും വലതുകാല് വെച്ചു. അറിയാലോ നിങ്ങൾക്ക്? ഓക്കെ, ചെയ്ത് നോക്കാം നമുക്ക്. റെഡി? 1 2 3 4. 1 2 3 4. 1 2 3 4. വേഗം വരണം. 4 വരുമ്പോൾ 1 2 3 4. ഒന്നുകൂടെ 1 2 3 4. ഫേസ് ടു ഫേസ് ആണ്. 1 2 3 4. 1 2 3 4. ഒന്ന് ഇച്ചിരി വേഗം നമ്പർ പറയുന്നതനുസരിച്ച് എല്ലാവരും എത്തണം. അപ്പം നന്നായിട്ട് മനസ്സിലായി നിങ്ങൾക്ക്. ഇനി നമുക്ക് ഈ പോകുന്ന ആദ്യ പ്രാവശ്യം പോയി വന്നു തിരിച്ച് അടുത്ത ആളുമായിട്ട് വേണ്ടി പിന്നെ ചെയ്യണം. അതെങ്ങനെ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. വളരെ പതുക്കെ ചെയ്താൽ മതി, ധൃതി പിടിക്കുകയേ വേണ്ട. മാം കുറച്ചും കൂടി നീങ്ങി നിന്നോളൂ. അവിടെ ആദ്യം നിന്ന് പോലെ. ഓക്കെ, കുറച്ച് കാണണം, എല്ലാവരും കാണണം. റെഡി? ആരൊക്കെയായിരുന്നു? പേരാരൊക്കെയായിരുന്നു?
ആ നിന്നു. റെഡി? നമ്മൾ പറയാൻ പോവാണ്. ചെയ്തോളൂ. ആ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. എങ്ങോട്ട് തിരിഞ്ഞു നിന്നു? ഫേസ് ടു ഫേസ് ആണ് നിൽക്കേണ്ടത്. വിളക്കിൽ നോക്കരുത് കേട്ടോ. ഒന്നും കൂടെ, ഒരു പ്രാവശ്യം കൂടെ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇനി നമുക്ക് നമ്മുടെ പ്ലേസിലെത്തി നമ്മൾ നേരെ നോക്കുക. ഇത്രയേ ഉള്ളൂ. ഒരാൾ മാത്രമേ ചിരിച്ചുള്ളൂ. അദ്ദേഹം മാത്രമേ ചിരിച്ചുള്ളൂ. ഒരാൾ ചിരിച്ചില്ല. ചെയ്തു. ചിരിച്ച് ചെയ്യണം, നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഒരു പ്രാവശ്യമാണ് ഫൈനലാണ്. ചിരിച്ച് നന്നായിട്ട് താഴ്ന്ന ചെയ്തു. കുറച്ച് റെഡി ചെയ്തോളൂ. 1 2 3 4 1 2 3 4 1 2 3 തലയാട്ടത് 4 1 2 3 4. അത് ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ നേരെ നോക്കണം. അത് കുഴപ്പമില്ല, നമുക്ക് മനസ്സിലായില്ല. ലാസ്റ്റ് ആണ് ഈ ജയിപ്പിക്കുമെന്ന് വിചാരിച്ചു. മനസ്സിലായല്ലോ നന്നായിട്ട്. ഓക്കെ, നമുക്കിനി ഇതിന്റെ കൈ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇത് കൈ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ കൈ നമുക്ക് പറഞ്ഞു തരാം. കൈ ഇങ്ങനെ വെക്കണം. അതായത് വലത് കൈ മലർത്തിയും ഇടത് കൈ കമഴ്ത്തിയും വെക്കുന്നു നമ്മൾ. മനസ്സിലായോ? അപ്പൊ നമ്മളിങ്ങനെ പോകുമല്ലോ. അതായത് 1 2 3 4 നമ്മൾ പുറകോട്ട് പോകുമ്പോൾ അല്ലേ? പുറകോട്ട് പോയിട്ട് അടുത്ത ഏത് പേരാണ് കിട്ടുന്നത് അവരെ ടച്ച് ചെയ്യേണ്ട പേര് ഒന്ന് കാണിച്ചു നോക്കട്ടെ. എങ്ങനെയാണെന്ന് നോക്കട്ടെ ഞാൻ. 1 2 3 4. അപ്പൊ ടച്ച് ചെയ്തു നമ്മൾ അല്ലേ? ഇനി ടച്ച് ചെയ്ത കൈ അവിടെ തന്നെ ഇരിക്കട്ടെ. പിന്നെ അടുത്ത 1 എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ 1 2 അങ്ങനെ വരണം കൈ. അല്ലാതെ കൈ ഞാൻ വിടരുത്. മനസ്സിലായി? പിടിച്ച് 1 2 കണ്ടോ? 3 4 അങ്ങോട്ട് തിരിച്ചു വേണം. മനസ്സിലായോ എല്ലാവർക്കും? ചെയ്തോളൂ. അത് ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ കൈ എങ്ങനെ കളിച്ചതേ ഉള്ളൂ. റെഡി? ചെയ്തോളൂ. 1 2 3 4. ഇപ്പൊ അതൊക്കെ പോട്ടെ. 1 2 മുന്നിലോട്ടാണ് 3 4. വീണ്ടും കൈയോടെ തന്നെ 1 2 3. എന്ത് പറ്റി? ഒന്നുമില്ല, കുഴപ്പമില്ല. അത് ആദ്യം തെറ്റിക്കട്ടെ, സാറില്ല. ശരിയാക്കണമല്ലോ, നമ്മൾ ശരിയാക്കാനല്ലേ വന്നിരിക്കുന്നത്. കുഴപ്പമില്ല. റൗണ്ട് ചെയ്തു. റെഡി? റെഡിയാണല്ലോ. ഇങ്ങോട്ട് റൗണ്ട് പോകാതിരിക്കാനാണ് നോക്കണത്. അതൊക്കെ തള്ളിയോ? ഞാൻ 3 കയറി തന്നെ കൊണ്ട് മാറ്റിയത്. റെഡി? ചെയ്തോളൂ. 1 2 3 4. പോട്ടെ. 1 2 മുന്നോട്ടാണ് 3 4. കൈയൊന്ന് ഒഴുക്കി 1 2 3 4. അവിടെ എന്താ സംശയം വന്നോ? 1 2 3 4. ശരിയായില്ല. ഒന്നുകൂടി ചെയ്യണം. ഒന്നുകൂടെ. റെഡി? ചെയ്തോളൂ. 1 2 3 4. ഇനി അവിടെ പതുക്കെ ഒരു ഒഴുക്ക് പോലെ 1 2 3 4. 1 2 3. തിരിഞ്ഞു പോകരുത്, നേരം പോണം. 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. ഈ നേരെ ഞാൻ പറയുന്നത് നമ്മൾ പോകുമ്പോഴായാലും വരുമ്പോഴായാലും നമ്മൾ പോകുമ്പോൾ 1 2 3 ഇങ്ങനെ നിൽക്കാൻ പാടില്ല. അതിനാണ് ഞാൻ വിളക്ക് ആദ്യം വെച്ചത്. നിങ്ങൾക്ക് 3 ഇങ്ങനെ വെച്ചുകൂടാ. വിളക്ക് തന്നെ വെക്കാം വീണ്ടും. കാരണം 3 വിളക്കിനെ നോക്കരുത്.
ഇത് ഫുൾ തീരുന്നവരെ നമ്മൾ വിളക്ക് നോക്കാതെ വേണം ചെയ്യാൻ. നമ്മൾ നേരെ നേരെ ചെയ്യുക. ആരും വിളക്കിലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കരുതായിരുന്നു. ഇങ്ങനെ പോയാൽ ഇങ്ങനെ തന്നെ പോകണം, ഇങ്ങനെ വരുന്നത് ഇങ്ങനെ തന്നെ വരണം. മനസ്സിലായോ? ചെയ്തോളൂ. ഒന്നുകൂടെ. റെഡി? ആ അല്ല, ഇവിടെ റൗണ്ട് കറക്റ്റ് ആക്കാം കുറച്ച്. റെഡി? ചെയ്തോളൂ. ആ 1 2 3 4 1 2 3 4. ആ 1 പതുക്കെ പോണം. 2 3 അല്ല, തിരിഞ്ഞു പോവല്ലേ, തിരിഞ്ഞു പോണം, നേരെ പോവല്ലേ, ഇങ്ങനെ പോവല്ലേ. 3 4 ഇങ്ങനെ പോവരുത്, ഇങ്ങനെ തന്നെ പോണം. മനസ്സിലായോ? ചെയ്യൂ, ശ്രദ്ധിക്കൂ. ആ ഒന്നും കൂടെ ചെയ്തോളൂ. ആ 1 2 3 4 1 2 3 4. ആ 1 പതുക്കെ. 2 ഓടല്ലേ. 3 4 1 2 3 4. മതി. നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്തു നിങ്ങൾ. പക്ഷെ ആ 3 1 2 3 4 ഇങ്ങനെ നമ്മൾ പിടിച്ചിരിക്കല്ലേ, ആ പിടിക്കുമ്പോൾ 1 അങ്ങനെ പോട്ടെ. അങ്ങനെ പോയാൽ എന്താ, അതല്ലേ ഭംഗി. കുറച്ച് 1 ഇത് ചെയ്യാനുള്ള ഭംഗി, 1 ഇത് ചെയ്യാനുള്ള ഭംഗി നിങ്ങൾ തന്നെ പറയൂ. അതിന് ഭംഗി. ആ അങ്ങനെ ചെയ്യണം. ഒന്ന് ചെയ്യുന്നോട്ടെ. ഇങ്ങനെ നിൽക്കുവാണ്, ടച്ച് ചെയ്ത് നിൽക്കണം, ഇങ്ങനെ നിൽക്കുവാണ് നമ്മൾ അല്ലേ. ഇപ്പൊ നമ്മൾ പോവാണ്. അപ്പൊ തിരിച്ചു പോകുമ്പോഴത്തേക്ക് നമ്മൾ മറ്റേ എഴുതുകാരാണ് അല്ലേ. അപ്പൊ 1 2 3 4 നമ്മൾ തിരിച്ചിങ്ങനെ തന്നെ വരും അല്ലേ. മുന്നോട്ട് പോവാണെന്ന് വെച്ചോളൂ. ഇങ്ങനെ പിടിക്കണം. മുന്നോട്ട് പോവാണെങ്കിൽ 1 2 3 4 കൈ എടുത്തോളൂ. ഞാൻ ഇങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ കുറച്ചൊന്ന് താഴ്ന്നൊക്കെ ചെയ്തപ്പോൾ കുറച്ചൊന്ന് സ്റ്റെപ്സ് നിങ്ങൾക്ക് പിടികിട്ടി, കൈ അങ്ങനെയാണെന്ന് പിടികിട്ടി. ഇനി നമ്മൾ കുറച്ച് താഴ്ന്നൊക്കെ ചെയ്യണം. എങ്ങനെ ചെയ്യും? ഒന്ന് താഴ്ന്ന് ചെയ്തേ. ആ കുറച്ച് തരാം. ആ 1 2 3 4 1 2 3 4. ആ 1 2 3 4 1 2 3 4. ശരി. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം താഴ്ന്നില്ലാരും കേട്ടോ. ആദ്യമേ എൻ്റെ പറയുന്നത്. അപ്പൊ ഇത് താഴെ നമ്മൾ അങ്ങനെ താഴെ നമ്മൾ 1 2 3 നമ്മൾ പോയി എങ്ങനെ തന്നെ വേണം. 1 താഴ്ന്നോളൂ, 1 2 താഴ്ന്നോളൂ. ആ 1 2 3 4. പിന്നെ അവിടെ പോകുമ്പോൾ 1 താഴണം. മുട്ടൊന്ന് മടക്കും, എന്നാലും ഭംഗിയുള്ളൂ. വെറുതെ മടി പോലെ നമുക്ക് ഭംഗിയും മടക്കില്ല. മുട്ട് മടക്കി ചെയ്താലും ഭംഗി ഉണ്ടാവുള്ളൂ. ഒന്ന് ചെയ്ത് നോക്കാം. വിളക്കിന്റെ ആവശ്യമുണ്ടോ? ഇനി വിളക്കിരിക്കട്ടെ അല്ലേ. വിളക്ക് മാറ്റാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ആ പുറകിലോട്ട് കൊണ്ടത് മുമ്പിലോട്ട് പോയി ചിലര് അത് ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നും കൂടെ പ്രാവശ്യം ചെയ്യണം. പിന്നെ നിൽക്കുമ്പോൾ നമ്മൾ ലൈനായിട്ട് തന്നെ നിൽക്കണം. ലൈൻ വിട്ട് നിൽക്കരുത്. ഇങ്ങനെ റൗണ്ടായിട്ട് തന്നെ നിൽക്കണം. ഇങ്ങോട്ട് നിൽക്കല്ലായിരുന്നു കേട്ടോ. റൗണ്ടായിട്ട് തന്നെ നിൽക്കണം. ഒന്നുകൂടെ നിൽക്കൂ. ഇപ്പം നമ്മൾ നിന്ന പോലെ തന്നെ ചെയ്ത് കഴിയുമ്പോൾ നിൽക്കണം. റെഡി? ചെയ്തോളൂ. 1 2 3 4. ആ 1 2 3 4. അത് നിൽക്കുന്നത് കുറച്ച് സെക്കൻഡ്. ഇങ്ങനെ വരണം. ഇങ്ങനെ വരാൻ പാടുള്ളൂ. ഇതല്ലേ റൗണ്ട്. നമ്മൾ ഇങ്ങനെ റൗണ്ട് വരാൻ പാടുള്ളൂ. ശ്രദ്ധിക്കണേ. ഒന്നുകൂടെ ചെയ്യാം. നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അത് ഒന്നുകൂടെ. അപ്പം നമ്മൾ ആ റൗണ്ട് വിട്ടു, വട്ടം മാറിപ്പോവും. ഒന്നുകൂടെ ചെയ്യാം. ആ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ശരി, മനസ്സിലായല്ലോ അല്ലേ? ഒരുവിധം മനസ്സിലായി. കുറച്ച് നമുക്ക് അടുത്ത പേരെടുക്കാം. ഇന്നത്തെ ക്ലാസ് ഇന്ന് ഇവിടെ നിർത്താം. നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.
ഇന്നത്തെ തിരുവാതിര കളി ക്ലാസ് കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം ഉണ്ടായിരുന്നു. നന്ദി, നമസ്കാരം.